ഹായ്, വെൽക്കം ബാക്ക് ടു ലിഫ് ലോജിക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മോസ്റ്റ്ലി എല്ലാ പീപ്പിൾസും സ്കിപ്പ് ചെയ്യണ ഒരു ദിവസമാണ് ലെഗ് ഡേ. പക്ഷെ പേഴ്സണലി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിവസമാണ് ലെഗ് ഡേ. ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല ലെഗ് ഡേ പൊതുവെ. കാരണം വീക്കിലി 2 എക്സസൈസ് ഏതെങ്കിലും മിസ്സായാലും അവള് ലെഗ് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. ലെഗ് നമ്മൾ എന്തായാലും ചെയ്യും. അപ്പം ഇന്ന് ഒരു 5 എക്സസൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കറക്റ്റ് ഫോമും ടെക്നിക്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ബാർബൽ സ്ക്വാട്ട് ആണ്. ലെഗ് ഡേക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്തൊരു എക്സസൈസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഓക്കെ. സോ ഇതിൽ ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാർ നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നതാണ്. സോ എപ്പോഴും ഷോൾഡർ വിഡ്ത്തിന്റെ താഴോട്ട് നമ്മൾ ബാർ സെറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മേളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് പോയി എടുത്തിട്ട് പുറത്തോട്ട് വരുന്ന സമയത്ത് സംടൈംസ് ഈ കാഫ് റേസ് ചെയ്തായിരിക്കും നമ്മൾ എടുക്കുന്നത്. ആ ടൈം നമ്മൾ ബാലൻസ് ഇല്ല കിട്ടും. സോ വെയിറ്റ് കൂടെ ഹെവി ആകുമ്പോഴത്തേക്കും അത് പിന്നിലോട്ട് ഫോളോ ആവാനുള്ള ചാൻസസ് ഹൈ ആണ്, ഇഞ്ചുറി ഉണ്ടാവേണ്ട ചാൻസസ് ഹൈ ആണ്. അതുപോലെ ഇവിടെ ഒരു സ്റ്റോപ്പർ ഉള്ളത് നല്ലതാണ്. സ്റ്റോപ്പർ ഇല്ലാത്തൊരു ഇടത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു ഹെവി വെയിറ്റ് പോകുന്ന സമയത്ത് ഒരു സ്പോട്ടറിനെ നിർത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, നമുക്കെന്നാൽ എക്സസൈസിലോട്ട് പോവാം. എപ്പോഴും ഷോൾഡറിന്റെ താഴോട്ട് ബാർ പ്ലേസ് ചെയ്യുക, മിഡിലോട്ട് പ്ലേസ് ചെയ്യുക. കാരണം ഇതൊരു ഫ്രീ വെയിറ്റ് ആയതുകൊണ്ട് ബാലൻസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വൺസ് യു ടേക്ക് ഇറ്റ്, ഫീറ്റ് വന്നിട്ട് ഷോൾഡർ വിത്ത് അപ്പാർട്ട് കീപ്പ് ചെയ്യുക. നോട്ട് ടു ക്ലോസ് ഓൾസോ, നോട്ട് ടു വൈഡ് ഓൾസോ. കാരണം വൈഡ് ആയി കഴിഞ്ഞാൽ അത് സുമോ സ്ക്വാട്ടിലോട്ട് പോകും. ഓക്കെ, സോ വി ആർ ടാർഗറ്റിംഗ് ദ ക്വാഡ്രിസെപ്സ് ഓഫ് ദ ലെഗ്. ഓക്കെ, ടേക്ക് എ ഗുഡ് ബ്രെത്ത്, ടൈറ്റൻ യുവർ കോർ, സ്ലോലി സിറ്റ്, നീ ബെൻഡ് ചെയ്ത് ഹിപ്പ് ഡൗൺ ചെയ്ത് സ്ലോലി ഇരിക്കുക. ഓക്കെ, സോ ഇത് വന്നിട്ട് പാരലായിട്ടോ അല്ലെങ്കിൽ ലിറ്റിൽ മോർ ഡീപ്പർ ഓൾറെഡിട്ടോ നിങ്ങൾ ഇരിക്കുക, വിച്ച് ഈസ് ഗുഡ്. ടേക്ക് എ ഗുഡ് ബ്രെത്ത്, ഡൗൺ ആൻഡ് അപ്പ്. ഓക്കെ, സോ നീ മേളിലെത്തുന്ന സമയത്ത് നീ ലോക്ക് ചെയ്യാതിരിക്കുക ആൻഡ് സ്ക്യൂസ് ദ മസിൽ വെരി സ്ട്രോങ്. യാ, ഗുഡ്, താങ്ക് യു. നമ്മൾ ഡീപ്പായിട്ടിരിക്കും തോറും നമ്മൾ ഗ്ലൂട്ട് കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്ലൂട്ട് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഡീപ്പറായിട്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ബാക്ക് വന്നിട്ട് ആർച്ച് ചെയ്യാൻ നോക്കുക. നിങ്ങൾ മുമ്പിൽ എപ്പോഴെങ്കിലും ലോവർ ബാക്ക് ആർച്ച് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ മൊബിലിറ്റി. മൊബിലിറ്റി കുറയുന്നതുകൊണ്ടാണ് അത്രയും നമുക്ക് ഡീപ്പായിട്ട് പോകാൻ പറ്റുന്നത്. സ്റ്റിഫർ മസിൽസ് ഒരു റീസണാണ്. സോ വർക്ക് ഓൺ ദാറ്റ് ഫസ്റ്റ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലോലി സ്ക്വാട്ട് ചെയ്ത് 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 ഡീപ്പിലോട്ട് വരിക. ടിൽ ദെൻ ഒരു പാരലൽ പൊസിഷൻ ഈസ് ഓൾസോ ഓക്കെ. ഗ്ലൂട്ട് ടാർഗറ്റ് ആവുന്നില്ലെന്നേ ഉള്ളൂ, ബട്ട് റെസ്റ്റ് ഓഫ് ദ ക്വാഡ്സ് ആൻഡ് എവറിത്തിങ് അത് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് മൂവ്മെന്റ് ആണ് വിച്ച് ഇസ് ലെഗ് പ്രസ്. ഒരുപാട് പേരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, എൻ്റെയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സപ്പോർട്ടഡ് ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും വെയിറ്റ് ലോഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആദ്യം നമ്മളത് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഫീറ്റ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് എത്തുന്നില്ല, അതുപോലെ തന്നെ ഇത് ലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീറ്റ് കുറച്ച് മേളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഫീറ്റ് പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ ഫീറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡ് ടു ലോ പൊസിഷനിൽ, നീലെന്നൊരു മിഡ് ടു ലോ പൊസിഷനിൽ നിങ്ങൾ ഫീറ്റ് പ്ലേസ് ചെയ്യുക. കാരണം നിങ്ങൾ മേളിലോട്ട് പോകുന്നതോറും നിങ്ങളുടെ ഫോക്കസ് വന്നിട്ട് ഹാംസ്ട്രിങ് ആൻഡ് ഗ്ലൂട്ട്സിലോട്ട് മാറുന്നുണ്ട്. ഓക്കെ, യെസ്, ഗുഡ്. സോ നോക്കുക, പോയിന്റ് ചെയ്യുക, സ്ട്രേറ്റ് ലൈനിലോട്ട് പോയിന്റ് ചെയ്യുക. എപ്പോഴും നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാഡ്രിസെപ്സ് ആണ്. ടേക്ക് ഗുഡ് ബ്രെത്ത്, ലിഫ്റ്റ് ചെയ്യുക, അൺലോഡ് ചെയ്യുക, ദെൻ സ്ലോലി ലോവർ ഇറ്റ് ഡൗൺ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഗ്ലൂട്ട് ലോവർ പാഡിൽ നിന്ന് മേളിലോട്ട് ലിഫ്റ്റ് ആവാതെ നിങ്ങൾ എപ്പോഴും നോക്കുക. ലിഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോവർ ദ വെയിറ്റ്. ഓക്കെ, സ്ലോലി ബ്രീത്ത് ഔട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ എൻഡ് പൊസിഷനിൽ വരുമ്പോഴത്തേക്കും ഹൗ ഷീ ഈസ് ഡൂയിങ്, അവർ ബെൻഡ് ആവുന്നുണ്ട്. ദർ ഈസ് എ സ്ലൈറ്റ് ബെൻഡ് സ്റ്റിൽ ദെയർ, നോട്ട് ലോക്കിംഗ് ഔട്ട്. ലോക്ക് ഔട്ട് ചെയ്യരുത്, കാരണം വെയിറ്റ് പോകുന്നതിനനുസരിച്ച് നീക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ടേക്ക് എ ഗുഡ് ബ്രെത്ത് ഡൗൺ ആൻഡ് അപ്പ്. യാ, ദാറ്റ്സ് ഇറ്റ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുക. സോ വെൻ യു ലോക്ക്, മേക്ക് ഷുവർ 2 ലോക്കും പ്രോപ്പറായിട്ട് വീണിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വെയിറ്റ് താഴോട്ട് വയ്ക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ ഇതേ മേലത്തോട്ട് വീഴാനായിട്ടുള്ള ചാൻസസ് ഹൈ ആണ്. ഓക്കെ, യാ. സോ ഇനി നമുക്ക് അടുത്ത മൂവ്മെൻറ്റിലോട്ട് പോകാം. നമ്മുടെ മൂന്നാമത്തെ മൂവ്മെൻ്റ് ആണ് വിച്ച് ഇസ് ലെഗ് എക്സ്റ്റൻഷൻ. എൻ ഐസൊലേഷൻ മൂവ്മെൻ്റ് ആണ് ക്വാഡ്സിന്. നമ്മൾ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അറിയേണ്ട കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് മെഷീൻ്റെ. മെയിൻലി 3 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഹൈറ്റിനും അതുപോലെ തന്നെ ഫീമർ ലെങ്തും വിച്ച് ഈസ് നമ്മുടെ തുടയിലെ ബോണിൻ്റെ ആണ്. സോ അതിൻ്റെ ലെങ്തിനും അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക.
മേജർലി ഒരുപാട് മെഷീൻസിൽ അവിടെ ഒരു പിവറ്റ് പോയിന്റ് ഉണ്ടാവും, മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന് നേരെ തന്നെ നമ്മൾ നീ ഒന്ന് വരുന്ന പോലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ട് ഫുഡ് പാഡിനാണ്. ഫുഡ് പാഡ് എപ്പോഴും ആംഗിളിന് കുറച്ച് എബോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ തേർഡ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ട് റേഞ്ച് ഓഫ് മോഷൻ അഡ്ജസ്റ്റ്മെന്റ്. റേഞ്ച് ഓഫ് മോഷൻ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് ഓഫ് മോഷൻ ലൈക്ക് ഫുള്ളി സ്ട്രെച്ച് കിട്ടുന്ന പോലത്തെ ഇതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ലിമിറ്റ് ചെയ്യരുത്, ഫുള്ളി സ്ട്രെച്ച് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കോൺട്രാക്ഷൻ പോയിന്റിലോട്ട് പോകാനും ഈസി ആയിട്ടുള്ള ഒരു മൂവ്മെന്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്ട്രൈറ്റ്ലി അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സസൈസിലോട്ട് പോകാം. സോ ഇനിഷ്യലി ബിഫോർ യു സ്റ്റാർട്ട് ദ എക്സസൈസ്, ബ്രേസ് യുവർ കോർ, ടൈറ്റ് ചെയ്യുക, ടേക്ക് എ ഗുഡ് ബ്രെത്ത്, ദെൻ റേസ് ഇറ്റ് അപ്പ് സ്ലോലി, മാക്സിമം കോൺട്രാക്ട് ചെയ്യുക. Okay, toes pointing upward. Okay, then slowly down. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, പക്ഷേ വെയിറ്റ് ഡ്രോപ്പ് ചെയ്യരുത്. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടെൻഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ചെയ്യുക. ഒരുപാട് പേര് ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്ട്രെച്ച് ചെയ്യാത്തതാണ്. ഈസെൻട്രിക് പോർഷൻ നിങ്ങളെ റെസിസ്റ്റൻസിനെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് മാക്സിമം മസിൽ ബ്രേക്ക് ഡൗണും അതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റിമുലസും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് താഴോട്ട് പോകുമ്പോഴത്തേക്കും സ്ലോലി മാക്സിമം സ്ട്രെച്ച് എടുക്കുക. ദെൻ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് ഓവർലോഡ് ചെയ്തിട്ട് ഈ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൊമെൻറ്റം കൊടുത്ത് ലിഫ്റ്റ് ചെയ്യുന്നത് ഒരു കോമൺ മിസ്റ്റേക്കാണ്. അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ലെഗ് എക്സ്റ്റൻഷൻ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഐസൊലേഷൻ മൂവ്മെൻ്റ് ആണ്. അതിന് ഒരുപാട് ഹെവി വെയിറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ അല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വരുന്നത്. യു ആർ വേസ്റ്റിംഗ് ലോട്ട് ഓഫ് എനർജി എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ പാഡ് ചെയ്യുന്ന ഒരിക്കലും ബോഡി ഫ്രണ്ടിലോട്ട് വരാത്ത രീതിയിൽ ഫുള്ളി ഷവ്ഡ് ഇൻ ടു ദ പാഡ്, എന്നിട്ട് സ്ലോലി റേസ് ചെയ്യുക. എക്സസൈസ് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൂവ്മെൻറ്റിലോട്ട് പോകാം. നമ്മുടെ നാലാമത്തെ മൂവ്മെൻ്റ് ആണ് വിച്ച് ഈസ് ലൈൻ ലെഗ് കേൾ. ഹാംസ്ട്രിങ് ഫോക്കസ്ഡ് ആണ്. ദിസ് ഇസ് ഓൾസോ ഐസൊലേഷൻ മൂവ്മെൻറ്റ്. ഇത് നമ്മൾ നോക്കുന്നത് നമ്മൾ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഫുഡ് പാഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ലെങ്ത് നമ്മൾ ആംഗിളിന് കുറച്ച് മേളിലായിട്ട് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ റേഞ്ച് ഓഫ് മോഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് മാക്സിമം സ്ട്രെച്ച് കിട്ടുന്ന പോലത്തെ റേഞ്ച് ഓഫ് മോഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. which is depends on your mobility, muscle stiffness, അതെല്ലാം മാറ്റേഴ്സ് ആണ് അതിനകത്ത്. ഓക്കെ, നമുക്കിനി എക്സസൈസ് എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കാം. ഇനി പ്ലീസ്. സോ ഹിപ്പ് എപ്പോഴും ഈ ഒരു പാഡിൽ ഹിപ്പും അതുപോലെ തന്നെ ബാക്കി പോർഷൻ അപ്പർ പാഡിലോട്ട് ഇത് ചെയ്യുക. ഹിപ്പും കോറും നമ്മൾ എന്ത് ചെയ്യുക, എംബ്രേസ് ചെയ്ത് പാഡിലോട്ട് മാക്സിമം താഴോട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ആൻഡ് യു ക്യാൻ ഹോൾഡ് ഓവർ ദ ഹാൻഡിലുണ്ടാവും, എപ്പോഴും ഹോൾഡ് ചെയ്യുക. കാരണം ബോഡി മേലോട്ട് റേസ് ചെയ്യാതിരിക്കാൻ, മാർച്ച് ചെയ്യാതിരിക്കും ഹെൽപ്പ് ചെയ്യും. ദെൻ സ്ലോലി ടേക്ക് എ ഗുഡ് ബ്രെത്ത്, കോൺട്രാക്ട് ആൻഡ് സ്ട്രെച്ച്. എപ്പോഴും നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഹാംസ്ട്രിങ്സ് ഫുള്ളി സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ മാക്സിമം ഇവിടെ നിന്ന് തന്നെ എഫേർട്ട് ഇട്ട് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഔട്ട്, മേളിലെത്തുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, മാക്സിമം കോൺട്രാക്ട് ചെയ്യുക. ഒരിക്കലും ഹാഫ് വേ വന്നിട്ട് ലോവറോട്ടിൽ ഇറങ്ങും. നിങ്ങൾക്ക് ഹാഫ് വേ വരാം, ലൈക്ക് വിച്ച് ഈസ് നിങ്ങൾ 12 റെപ്സ് എയിം ചെയ്യുന്ന സമയത്ത് ഹയർ റെപ്പിറ്റേഷൻ ഒരു മൂന്നാമത്തെ നാലാമത്തെ സെറ്റിൽ പോകുന്ന അത് മസിലിന് മാക്സിമം എക്സോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പാർഷ്യൽ റെപ്പിറ്റേഷൻ ചെയ്യാം. ബട്ട് ഇനീഷ്യലി വെൻ യു സ്റ്റാർട്ട്, ഗോ ഫോർ എ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ, മാക്സിമം കോൺട്രാക്ട് ചെയ്യുക, ദെൻ സ്ട്രെച്ച് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത മൂവ്മെൻറ്റിലോട്ട് പോകാം. നമ്മുടെ ഫൈനൽ ആൻഡ് ഫിഫ്ത്ത് എക്സസൈസ് ആണ് ലഞ്ചസ്. ഇത് ടാർഗറ്റ് ചെയ്യുന്ന മസിൽസ് വന്നിട്ട് ക്വാഡ്സ്, ഹാംസ്ട്രിങ് ആൻഡ് ഗ്ലൂട്ട്സ് ആണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. ഓക്കെ, സോ യു സ്റ്റാൻഡിങ് ഇൻ സ്റ്റാർട്ടിംഗ് പൊസിഷൻ, ഷോൾഡർ വിഡ്ത്ത്, ദെൻ ടേക്ക് എ ഗുഡ് ബ്രെത്ത്, വൺ സ്റ്റെപ്പ് ഫോർവേഡ്. ഓക്കെ, നൗ ലഞ്ച്. സോ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ടോസിന് ഫോർവേഡ് പോകരുത്. ദെൻ ഇവിടെയും 90 ഡിഗ്രി. അതുപോലെ തന്നെ നിങ്ങൾ ബാക്ക്വേർഡ് നീ വന്നിട്ട് ഫ്ലോറിൻ്റെ ജസ്റ്റ് ടച്ച് ചെയ്യരുത്. ആ ഒരു ചെറിയൊരു സ്പേസ് അവിടെ കൊടുക്കുക, 1 ഇഞ്ച് ഡിഫറൻസ്. ദെൻ പെർഫോം, ദെൻ ഗോ ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഓക്കെ, സോ ഇതിനകത്ത് കോമൺ മിസ്റ്റേക്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് നീ ലെഗ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിസ്റ്റൻസിലോട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ക്യാൻ യു ജസ്റ്റ് ഷോ ദാറ്റ്? നല്ല ഫോർവേഡ് ചെയ്തിട്ട്, യെസ്. ദെൻ സി, ഇതൊരു കോമൺ മിസ്റ്റേക്കാണ്. ഇത്രയും ലെങ്ത് വരേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത്രയും മസിൽസിലോട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഷോർട്ട് മെത്തേഡ് തന്നെ എടുക്കുക, ഷോർട്ട് സ്റ്റെപ്പ് എടുക്കുക. ദെൻ ലഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90 ഡിഗ്രീസ് ബോത്ത് നീസിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ബോഡി ഇൻ ടു എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പാടില്ല, നീ വന്നിട്ട്. അതെ, നീ ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പാടില്ല, ബാക്ക്വേർഡ് നീ. കാരണം നിങ്ങൾ അവിടെ നിന്ന് തന്നെ വീണ്ടും റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യാണ്. സോ അതുകൊണ്ട് എപ്പോഴും ഒരു ഇതിൽ ചെയ്യാം. നമുക്കിതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വാക്കിംഗ് ലഞ്ചസ് ഉണ്ട്, ബാക്ക്വേർഡ് ലഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട്. ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫീറ്റ് എലിവേറ്റഡ് ലഞ്ചസ് ഒക്കെ ഉണ്ട്. നമുക്കത് വരുന്ന വീഡിയോകളിൽ കാണാം. സോ
ഇത്രയാണ് ഇപ്പോൾ ഈ 5 മൂവ്മെന്റ്സ് നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം.